റിയാദിന്റെ മണ്ണിൽ ഹനാൻഷയുടെ പേജിലൂടെ നമ്മൾ എല്ലാവരും You can see the support, Hanansha. റിയാദിന്റെ നിറസാന്നിധ്യമായ അൽസഹൽ ആൻഡ് വാട്ടർ തീം പാർക്കിൽ വെച്ച് റെഡി ഒന്നുകൂടി ഒരു ആവേശം റിയാദിന്റെ ആവേശം റിയാദിന്റെ ആവേശം ഹനാൻഷ ഈച്ചോ ഒന്നുകൂടി ഒരു ആവേശം ആരവം റിയാദിന്റെ ആരവം താങ്ക് യു സത്യത്തിലുണ്ടല്ലോ ഈ റിയാദിന്റെ സ്നേഹത്തിന് മുന്നിലും 10ാം ക്ലാസ്സിൽ മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ താങ്ക് യു റിയാദ് സോ ചെക്ക് എനിക്ക് എല്ലാവരോടും കൂടി ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ടായി ആക്ച്വലി ഞാൻ വളർന്നു വന്ന കുടുംബം എന്ന് പറയാൻ എൻ്റെ മൂത്താപ്പ ആപ്പാപ്പ എല്ലാവരും നമ്മളൊരു കർഷക ഫാമിലി ആയിരുന്നു സോ പോത്ത് കൃഷി നെൽകൃഷി പരിപാടി കവുങ്ങ് തെങ്ങ് വാഴ എല്ലാം ഫാമിലി അപ്പോ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ എൻ്റെ മൂത്താപ്പ അപ്പാപ്പന്മാർ ഇപ്പാൻ്റെ ഏട്ടന്മാരാണ് അവരുടെ ബിഗിനിങ് ടൈമിൽ റിയാദിൽ വന്നിട്ട് കുടുംബത്തിന് ഒന്ന് കരകയറ്റണത് സോ ആക്ച്വലി എൻ്റെ ഉപ്പ വീഡിയോ എടുത്ത് വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യവും ലാസ്റ്റ് ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞിട്ട് അറിയുന്ന ആളിൻ്റെ ഉപ്പയാണ് ഇപ്പാനെ നാളെ എടുത്തത് സോ ഞാൻ കേട്ടിട്ടുള്ള കഥ വെച്ചാണെന്നുണ്ടെങ്കിൽ മൂത്താപ്പ ഇവിടെ വന്ന് പ്രവാസിയായി പണിയെടുത്ത് കടം കൊടുത്ത പൈസ കൊണ്ടാണ് എൻ്റെ ഉപ്പ പാവം മെഹർ വാങ്ങണത് അങ്ങനെയാണ് എൻ്റെ ഉമ്മച്ചിനെ കെട്ടുന്നത് സോ ഈ നാടിന് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നതില് ഈ നാടിന് ചെറുതല്ലാത്തൊരു പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പൊ ഒരിക്കലും
അന്നാ മഹർ കെട്ടിയ ടൈമിൽ എന്റെ പാവം പപ്പ വിചാരിച്ചിട്ടാണ് ആ പൈസ ഒന്നോടുത്ത് വന്നിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവുന്നുള്ളത്. ആരും ഇത് മാത്രം എവിടെയും വീഡിയോ ഇടരുത്, എന്റെ ഇപ്പച്ചിന്റെ മാനം കെടുത്തരുത്. ഇപ്പൊ ആരോടും പറയാൻ നിന്നോട് പറഞ്ഞ കഥകളാണ്. സോ എല്ലാവരുടെയും കൂടെ കൂടാൻ പറ്റിയതിൽ പാലക്കാട് കൂട്ടായ്മ, അതിലുപരി എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒരുപാട് ഡ്രീംസ് ആയിട്ട് ഇവിടെ വന്നവരാണ്, കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. യങ്സ്റ്റേഴ്സ് എല്ലാവരും അവിടെ എല്ലാവരും ഹയൻസേ. സോ നിങ്ങളാണ് നമ്മളെ കേരളത്തിന്റെ ശക്തി. അപ്പം വീട് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വേദനയുള്ള കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സംഭവങ്ങളിൽ ഒന്നാണ്. വീട്ടിൽ നിന്ന് മാറി നിന്നാൽ പെട്ടെന്ന് വീട്ടിൽ പോകുന്ന ആളാണ് ഞാൻ. അപ്പോൾ കഷ്ടപ്പെടുന്നത് എന്നും നിങ്ങൾക്ക് പറച്ച ഹയർ മാത്രം തരട്ടെ, ഗുണങ്ങൾ മാത്രം തരട്ടെ. എന്നും നിങ്ങളുടെ കുടുംബത്തിനെ ഉമ്മാരെ ഉപ്പാരെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാൻ പറ്റട്ടെ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് റിയാദ്. ഇത്രയും നല്ല വേദി ആയതിന്, ഞങ്ങളെ ഇത്രയും നല്ല രീതിയിൽ സ്വീകരിച്ചതിന് താങ്ക് യു സോ മച്ച്. ലവ് യു ആണ്. നല്ല വാക്കുകൾക്ക് ഹനാൻ നന്ദി. താങ്ക് യു സോ മച്ച് ഹനാൻ. അടുത്തൊരു വേദിയിൽ വീണ്ടും കാണാം. താങ്ക് യു. അപ്പോ പിന്നെ റിയാദ്, ഈ സൗദി അറേബ്യക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല GCCയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ പലപ്പോഴും പൈസ നിൽക്കാറില്ല. പക്ഷെ സൗദിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിക്കാരുടെ കയ്യിൽ പൈസ നിൽക്കും എന്നുള്ളതാണ്. അതെ, അത് മാത്രമല്ല എന്റെ ഏറ്റവും ഫേവറേറ്റ് നാടാണ്, ഫുഡ് കഴിക്കാൻ ഏറ്റവും ഹൈ കിട്ടുന്ന ഒരു നാടാണ് റിയാദ് അല്ലെങ്കിൽ സൗദി അറേബ്യ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇനി നമ്മുടെ ലക്കി ഡ്രോയുടെ വിന്നറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഉവൈസ് അമ്പാടത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പാലക്കാട് മണ്ണാർക്കാടുകാരനാണ്. ടിക്കറ്റ് നമ്പർ 001332 എന്നതാണ് ടിക്കറ്റ് നമ്പർ. അതുപോലെ ഫോൺ നമ്പർ 05514798000 എന്നുള്ളതാണ്. അപ്പോൾ ടിക്കറ്റ് ഇതാ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട് ഇപ്പോൾ ടിക്കറ്റ്. ആളെയും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മാനം നൽകുന്നതിനായി ഹനാൻ ഷെയ്ൻ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയങ്കനായ പ്രസിഡന്റ് സഫീർ പത്തിരിപ്പാലയെ ക്ഷണിക്കുന്നു. മുസ്തഫ, മനാഫ്, അഷ്റഫ്, ഇസഹാഖ്, മനു എന്നിവരെ കൂടി ഈ സമ്മാനം നൽകുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. ഇതാണ് താരം, വീണ്ടും ഒരു പാലക്കാടുകാരൻ, മണ്ണാർക്കാടുകാരൻ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കല്ലു, എന്തൊരു ഭാഗ്യമാണോ. 10,000-ൽ-1. അതെ അതെ, 10,000-ൽ-1. ഇത്രയും ഓഡിയൻസിൽ നിന്ന് നമുക്ക് ബാർക്ക് പ്രസന്റ് ചെയ്ത് നമ്മളെടുത്ത ഭാഗ്യശാലി ഉവൈസ് അമ്പാടൻ. നല്ലൊരു കൈയടി. വോയിസ് നല്ലൊരു മ്യൂസിക്കിൽ വോയിസ് ഫ്രണ്ടിൽ പോയിട്ട് ഫ്രണ്ടിൽ പോയിട്ട് ഒന്ന് കൈവീശി കാണിക്കട്ടെ. നമ്മുടെ വിജയ് ഉവൈസ് അമ്പാടത്ത് ഈ 10,000-ൽ-1 ഉവൈസ് അമ്പാടത്ത്. എല്ലാവരും ചേർന്ന് ഗംഭീര കൈയടി. ഇതാ ഉവൈസിനെ ഹനാൻ സമ്മാനിക്കുന്നു iPhone 17 Pro. ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ലയാലി റിയാദ് 2025 സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഉവൈസ്. അപ്പോ ഉവൈസിന് ഈ സമ്മാനം ഈ ഐഫോൺ സന്ധ്യ എന്ന് പറയുന്ന ഷോയിലൂടെയാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു 2003-ലോ 2004-ലോ ആണ്. അത് ഞാൻ പിച്ച വെച്ച് വരുന്ന സമയമാണ്. അന്ന് ആദ്യമായിട്ട് എനിക്കൊരു ഗൾഫ് ഷോ തന്നത് അജിത്തേട്ടനാണ്. അപ്പൊ ഇപ്പൊ ഒരുപാട് ഷോ ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ഏറ്റവും വലിയൊരു ഷോ നടന്നിട്ടുള്ള ചിത്രചേച്ചിയുടെ ഈവന്റ് ആണ്. അതും സംവിധാനം ചെയ്ത അജിത്തേട്ടനാണ്. അജിത്തേട്ടൻ എല്ലാവരും ചേർന്ന് ഗംഭീര കൈയ്യടി കൊടുക്കാം. നമ്മുടെ ഷോ ഡയറക്ടർ അജിത്തേട്ടൻ. അതുപോലെ അജിത്തേട്ടനൊപ്പം അസോസിയേറ്റ് ആയിട്ട് ഒരാളുണ്ടായിരുന്നു, അജ്മൽ മന്നത്തിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അജ്മൽ മന്നത്ത് ഈ ഷോയിൽ ഇവിടുത്തുകാരനാണ്, നമ്മുടെ ലയാലി റിയാദിന്റെ പ്രവർത്തകനാണ്. ഇദ്ദേഹമാണ് അജിത്തേട്ടനെ അസിസ്റ്റ് ചെയ്യുന്നത്, അജ്മൽ മന്നത്ത്. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ അജിത്തേട്ടനില്ലെങ്കിൽ ലയാലി റിയാദ് 2025 ഇല്ല. കംപ്ലീറ്റ് ഷോ കോർഡിനേഷൻ, ഞങ്ങളെ എല്ലാവരെയും ഓരോരുത്തരെയും കറക്റ്റ് കാര്യങ്ങൾ വളരെ സ്ക്രിപ്റ്റോട് കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇന്ന് നമ്മൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ലയാലി റിയാദ് 2025 ഈ ഒരു നിമിഷത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ലയാലി റിയാദിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ രണ്ടുപേര് ഷാനയും ഷായും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിംഗിംഗ് ബ്രദേഴ്സ് ഷാൻ ഷാ ലൈവ് എന്നാണ് സത്യത്തിൽ ഈ ബാൻഡ് തന്നെ അവരുടേതാണ്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ സരിഗമപായുടെ ജൂറി മെമ്പേഴ്സ് ആയിട്ടും സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇപ്പൊ സരിഗമപായുടെ സെറ്റിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് കയറിയത്. അപ്പോ ഈ ഉംറയൊക്കെ ചെയ്തിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത്. രണ്ടുപേർക്കും ഒരു ഗംഭീര കൈഡി കൊടുക്കാം. നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഷോ ചെയ്തിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട്. കാരണം ഇവര് സ്റ്റേജിലേക്ക് വരുമ്പോ തന്നെ
അടിച്ചുപൊളി ഗാനങ്ങളാണ് അല്ലെ? ഇപ്പൊ പാടുന്നത് അങ്ങനത്തെ ഗാനങ്ങൾ തന്നെയായിരിക്കും. ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ ഷോ ചെയ്യുന്ന മലയാളികൾ ഇവർ രണ്ടുപേരുമാണ്. സ്റ്റേജ് ഉടരണമെങ്കിൽ the singing brothers ഷാൻ ഷാ to the stage. ഇനി നമ്മുടെ ഈ ഷാൻ ഷാ ലൈവ് ബാൻഡിനെയും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. കീബോർഡ്സിലെ സലീമാണ് നമ്മുടെ സിംഗർ, സലീം ഖാന്റെ മകനാണ് സലീം. പിന്നെ സലീം, അതുപോലെ റിതംബാഡ് മുബഷീർ.